നന്ദ 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 വാതിൽ ഉറക്കടാ. നന്ദ എടാ നന്ദ എവിടാ? നന്ദ നന്ദ എടാ നന്ദ. ഇവനിത് എവിടെ പോയി? നന്ദ നീ എവിടെയാടാ? ഇവൻ ഈ രാത്രിയിൽ ഇത് എങ്ങോട്ട് പോയി? ഇവനെ എന്ന് കണ്ട് എല്ലാം പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഈ മൂഡിൽ തന്നെ എല്ലാം പറയണം. ഇപ്പൊ പറഞ്ഞാലേ ശരിയാവും. വരട്ടെ. അയ്യോ നന്ദു 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 എഴുന്നേക്ക് എഴുന്നേക്ക്. നേരം വെളുക്കാറായി. ഒന്ന് എഴുന്നേക്ക്. വേഗം പോ. ആരെങ്കിലും കണ്ട പ്രശ്നമാവും. മീര, മീര, എടീ മീര, എഴുന്നേക്ക്. ഇങ്ങോട്ട് എഴുന്നേക്കാൻ. നിന്നോട് എഴുന്നേക്കാനാ പറഞ്ഞേ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. രജനി,
മീര എഴുന്നേക്കാൻ. മീര എണീക്കേ. കൊള്ളാം, നീ ഇപ്പൊ എണീറ്റേ ഉള്ളോ? ഞാൻ അമ്പലത്തിൽ പോകുന്നില്ലേ? നിർമ്മാല്യം തൊടണമെന്ന് പറഞ്ഞിട്ട്. അയ്യോ പോണം, ഉറങ്ങിപ്പോയി. ഞാൻ പെട്ടെന്ന് റെഡിയാവാ. വേഗം വാ. എഴുന്നേക്ക്. നീ എന്ത് പണിയെ കാണിച്ചേ? ആരെങ്കിലും കണ്ട എന്താ പറയാ? മീര എണീക്ക്. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? മീര, മീര എണീക്കാൻ. നീ ഇങ്ങോട്ട് എണീക്ക്. എണീച്ചേ, വാ ഇങ്ങോട്ട് വരാൻ. വാ എണീക്കടി. എണീക്ക് ഇങ്ങോട്ട്. നന്ദ, വാ ഇങ്ങോട്ട്. നീ എന്ത് കാണിക്കുന്നേ? വാ. അമ്മേ, നന്ദനെ കൂടി വിളിക്ക്. കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. അമ്മേ, അത് നീ ചെല്ല്. നീ അവളെ മുറി കൊണ്ടുപോയി കിടത്ത്. ചെല്ല്. അമ്മേ, അതല്ല. അവളെ റൂമിൽ കൊണ്ടുപോയി കിടത്താൻ. അല്ല അമ്മേ, അങ്ങനല്ല. ആക്ച്വലി കൊണ്ടുപോയി കിടത്തറ മുറിയില്. ഓ, എന്തോ നട ഇത്? കല്യാണം കഴിയുന്നവരെ ക്ഷമിക്കാൻ വയ്യ നിനക്ക്. അയ്യോ ചേച്ചി, അങ്ങനല്ല. ഈ ചേച്ചി വിചാരിക്കുന്നവരൊന്നും അല്ല കാര്യങ്ങള്. ചെല്ല് ചെല്ല്. എന്താ അമ്മ ഇത്? അതൊന്നും സാരമില്ല. അവര് വിവാഹം കഴിക്കാൻ പോകുന്നവരല്ലേ. നീ പോയി പെട്ടെന്ന് റെഡിയായിട്ട് വാ. ചെല്ല്.
സിദ്ധു, ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോവാ, നിർമ്മാല്യം തൊഴാൻ. ദേവിക ഇങ്ങോട്ട് പറഞ്ഞുവിടാം. ഉം? എടി ഉമ്മേ, ചായ ഇട്ടില്ലേ? നീ എന്താടി ഈ പച്ചവെള്ളം കുടിച്ചോണ്ടിരിക്കുന്നത്? ചായ ആയില്ലേ? ഇല്ല. അതെന്താ? ആരെങ്കിലും ഇട്ടാലല്ലേ? അപ്പൊ അവളെന്തി ഗൗരി? ആ, അത് എഴുന്നേക്കുമ്പോ കുറച്ച് വൈകും. 10 മണി വരെ കിടന്ന് ഉറങ്ങുമല്ലോ. ആഹാ, എന്നാ അതൊന്ന് കാണണല്ലോ. അങ്ങനെ കിടന്നുറങ്ങാമോ? അല്ല, നിനക്കെന്താടി രാവിലെ എന്നിട്ടൊരു ചായ ഇട്ടാല്? ആ, എനിക്ക് ചായ ഇടാൻ അറിയില്ല. അതെന്താ, നീ ചായ ഉണ്ടാക്കാറുണ്ടല്ലോ. ഊർമിയല്ല നിന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലേ? നീ എത്ര പ്രാവശ്യം എനിക്ക് ചായ ഇട്ട് തന്നിരിക്കണു? പിന്നെ ഇന്ന് മാത്രം എന്താ അങ്ങ് മറന്നു പോവാൻ? ഇന്നലെ രാത്രി ഒരുപാട് നേരം ഉറക്കം വിളിച്ച് പഠിച്ചതുകൊണ്ട് അടുക്കള പണിയെല്ലാം അങ്ങ് മുങ്ങിപ്പോയി. ഓർത്തിട്ട് കിട്ടുന്നില്ല. മോന്തയ്ക്ക് ഒരു കുത്തി വെച്ചാലുണ്ടല്ലോ. ആ, വിളമ്പി തന്നെ തിന്നുന്നത് മറന്നു പോയിട്ടുണ്ടോ? എടി ഉണ്ടോന്ന്? ആ, എന്തെങ്കിലും തിന്നാൻ തന്നു നോക്ക്, ശ്രമിക്കാം. ആ, കുറച്ചു ദിവസം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറയല്. നീയേ എന്നോട് പോരെടുക്കാറായിട്ടില്ല. മോന്തയെ തറയിലിട്ട് ഉറക്കി ഞാൻ പറഞ്ഞേക്കാം. എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? ഞാൻ പഠിക്കുന്ന കുട്ടിയല്ലേ. ഞാനാണോ ഈ വീട്ടിലെ പണികളെല്ലാം ചെയ്യണ്ടേ? ചോദിച്ചതിന് സമാധാനം പറഞ്ഞ ഞാൻ അതിലൊന്നും വളർന്നിട്ടില്ല എന്ന് പറയും. അടുക്കളയുടെ ജോലിയുടെ കാര്യത്തിലും ഞാൻ അങ്ങനെ തന്നെയാ. അമ്മയ്ക്ക് എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. ഗൗരിയച്ചി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ, അതിന് അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അമ്മയ്ക്ക് ഗൗരിയച്ചിയെ പേടിയാ, അതാ ചോദിക്കാത്തെ. പേടിയാ എനിക്കാ? ഈ കുടുംബത്തിൽ ആരെന്ത് കുഴപ്പം കാണിച്ചാലും ഭാർഗവി ചോദിക്കൂടി. ഉച്ചയായിട്ട് അവളെ കിടന്ന് ഉറങ്ങണല്ലേ? കാണിച്ചാലേ ഞാൻ ഇത് ചോദിച്ചു തന്നെ കാര്യമുള്ളൂ. കിടന്നുറങ്ങണവള് ഇന്നൊരടി കാണാം. ഗൗരി, എടി ഗൗരി, എടി ഗൗരി, വാതിൽ തുറക്കടി. ഗൗരി, നിനക്കെന്താടി ചെവി കേക്കില്ലേ? വാതിൽ തുറക്കാൻ. എടി ഗൗരി, വാതിൽ തുറക്കാൻ. ഗൗരി, ഗൗരി എഴുന്നേക്കാൻ. വാതിൽ തുറക്കടി. എടി വാതിൽ തുറക്കാൻ. എടി തുറക്കാൻ. വാതിൽ തുറക്കടി. ആമയെ എത്രയായിട്ട് അവിടെ കിടന്നു. തുറക്കടി വാതില്. എന്താ അമ്മേ? നേരെ ഉച്ചയായില്ലോടി. നിനക്ക് പള്ളി കൊണ്ടുവരാൻ നേരായില്ലേ? സമയാസമയങ്ങൾ തമ്പുരാട്ടിക്ക് വെച്ചോൾമാനെ. ഇവിടെ വേലക്കാരൊന്നും ഇല്ല. മാനം മര്യാദയായിട്ട് വീട്ടിൽ ജനിച്ച പെണ്ണുങ്ങളെ സൂര്യൻ ഒതുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് മുറ്റടിച്ച് കുളിച്ച് അടുക്കളയിൽ കയറും. അതെങ്ങനെയാ? അതുപോലെ ചെയ്യുന്നൊന്നും ഇവളുടെ കുടുംബത്തിൽ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുന്നത് അമ്മ കണ്ടിട്ടില്ലേ? ഇന്നലെ രാത്രി മുഴുവൻ തലവേദനയായിട്ട് ഉറങ്ങിയിട്ടില്ല. പുലർച്ചെ ആയപ്പോഴാ ഒന്ന് മയങ്ങിയത്. പതിവ് പോലെ എഴുന്നേക്കാൻ പറ്റിയില്ല. ഇതൊക്കെ രാവിലെ എഴുന്നേറ്റ് പണിയെടുക്കാതിരിക്കാൻ എല്ലാവരും പറയുന്ന കള്ളത്തരടി. നീ എന്നോട് ഇതൊന്നും പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കണ്ട. കാലത്ത് എഴുന്നേറ്റ് ഇത്തിരി ചൂടുവെള്ളം കുടിച്ച് പണിക്ക് പോവാന്ന് വെച്ചാ വിധിയില്ലല്ലോ എന്റെ ഭഗവാനെ. ആ ഉറുമിക്കൊച്ചു ഇവിടെ ഉള്ളപ്പോ അടുക്കള കാര്യങ്ങളൊക്കെ നല്ല കീർത്തിയായിരുന്നു. എന്താടി നിന്റെ നാവിറങ്ങി പോയോ? ഞാൻ രാവിലെ ചായ കൊണ്ടുതന്ന അമ്മ കുടിക്കാറുണ്ടോ? ഇല്ലല്ലോ. എന്റെ കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടൂല്ല. പിന്നെ എന്തിനാ ഞാൻ രാവിലെ ഇത്ര നേരത്തെ എഴുന്നേറ്റ് അടുക്കള കയറുന്നേ? ഉമ്മേ, നീ എപ്പോഴാ എഴുന്നേറ്റത്? അത് നീ എന്തിനാടി അറിയണത്? ഇവളിവിടെ ഉണ്ടായിരുന്നല്ലോ. ചായ ഉണ്ടാക്കാനും അറിയാം. ഒരു ചായ ആയിട്ട് അമ്മയ്ക്ക് തന്ന ഇവളുടെ കൈ പൊള്ളൂ. നീ എന്നെ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞൊന്നും പഠിപ്പിക്കണ്ട. അവള് പഠിക്കണ വെച്ചാ രാവിലെ എഴുന്നേറ്റേ അടുക്കള കയറി നിനക്കൊക്കെ വെച്ചു വിളമ്പി തരാനൊന്നും പറ്റില്ല. കെട്ടിക്കൊണ്ടുവന്ന വീട്ടിലെ എങ്ങനെ നിൽക്കണമെന്ന് നീ ആദ്യം പഠിക്കണീ. ഒന്ന് നിർത്തുന്നുണ്ടോ? രാവിലെ തുടങ്ങിയല്ലോ. നിങ്ങളുടെ ഈ സുഭാഷിതം കേട്ടിട്ട് വേണോ ഒരു ദിവസം തുടങ്ങാൻ? അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഒരു ചായ ഇടണം.
ഞാൻ ഇട്ടുതരാം. ഏ? വാമേ. അയ്യോ എനിക്ക് വേണ്ടേ. എന്താ ഞാൻ ചായ ഉണ്ടാക്കി തന്ന അമ്മ കുടിക്കൂലേ? ഒരു 2 മിനിറ്റ് ഇപ്പൊ ശരിയാക്കി തരാം. ആ വേണ്ട, എനിക്ക് ചായ വേണ്ട, ഒരു കുന്തം വേണ്ട. എന്റെ വയറ് കേടായില്ലേ ഞാൻ തന്നെ അനുഭവിക്കണല്ലോ. അവന്റെ ഒരു ചായ. എടിക്കുരിപ്പേ, നീ രാവിലെ തന്നെ പണി തുടങ്ങിയല്ലേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നൽകിയാവണം. അയ്യോ വേണ്ടേ, പെറ്റ് തള്ളയ്ക്ക് സഹിക്കാൻ പറ്റാത്തത് എനിക്ക് തന്ന് പരീക്ഷിക്കണ്ട. മോൻ പോയി പല്ല് തേച്ചേ, ചായ ഞാൻ ഉണ്ടാക്കി തരാം. ആ അങ്ങനെ വഴിക്ക് വാ. പോയി പല്ല് തേക്ക്. പെട്ടെന്ന് ചായ ഇടറി. ആ ഭദ്രകാളി ഇപ്പൊ ചായയും ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വരും. ചായ ആയിട്ടില്ലെന്നങ്ങ പറഞ്ഞാലേ വായിലിരിക്കുന്ന മുഴുവൻ നമ്മൾ കേൾക്കേണ്ടി വരും. ചായ വെച്ചതല്ലേ ഉള്ളൂ, അതൊന്നും തിളക്കണ്ടേ? നിനക്കിപ്പോ അവളെ നല്ല പേടിയല്ലേ? എനിക്ക് അവളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ പ്രഭക്കുഞ്ഞുള്ള കാലം വരെ ആരും എന്റെ തലേ കയറാൻ വരില്ല. വരാൻ ഞാൻ സമ്മതിക്കൂല. പിന്നെ നീ കുറയ്ക്കുന്ന എന്തിനാ? അവള് വരുമ്പോ പണ്ട് എങ്ങനെയായിരുന്നു അങ്ങനെ അങ്ങ് പെരുമാറണം. സാറിന്റെ കാര്യം നോക്കാൻ വന്നെന്ന് വെച്ച് അവക്ക് കൊമ്പൊന്നും മുളച്ചിട്ടില്ലല്ലോ, ഉണ്ടോ? ഇല്ല, അഥവാ മുളച്ചാലേ ആ കൊമ്പ് ഞാൻ ഒടിക്കും. ആ ഭാർഗവിയുടെ ആ കളി. ഏത് കൊമ്പൊടിക്കുന്ന കാര്യ? അത് മോളെ പറഞ്ഞോ. വീട്ടിലൊരു മാവേ പുറയ്ക്ക് മുകളിലോട്ട് ചാഞ്ഞു നിപ്പുണ്ട്. അത് ഒടിഞ്ഞു വീഴുന്നതിന് മുമ്പ് ഒടിച്ചു കളയണമെന്ന് പറഞ്ഞതാ. കൊമ്പൊടിക്കാനുള്ള ബലമൊക്കെ ഉണ്ടോ? ഇവളത് കേട്ടോ? ഒടിക്കണ്ട, അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് വെട്ടിച്ച് കളഞ്ഞാ മതി. ഓടിക്കാൻ നിന്നാ ചിലപ്പോ അതിനിറങ്ങുന്നവരുടെ എല്ലൊടിയും. വെറുതെ പരിക്ക് പറ്റിക്കണ്ട. അതെ, അതാ നല്ലത്. ചായ റെഡിയായില്ലേ? റെഡിയായി, ഫ്ലാസ്കിലുണ്ട്. ഞാനിത് അങ്ങോട്ട് കൊണ്ടുവരാം. മോളെന്തിനാ അതിനു വേണ്ടി ഇങ്ങോട്ട് വന്നത്? കാര്യങ്ങൾ സമയത്തിന് കിട്ടണമെന്നേ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു. കാണാത്തോണ്ടാ ഞാൻ ഇറങ്ങി വന്നത്. ഇനി അങ്ങനെ ഉണ്ടാവില്ല. നടന്നു, ഞാനിപ്പോ കൊണ്ടുവരാം. എന്താടി? ഒന്നുമില്ല. അതെ, പറഞ്ഞതൊക്കെ ഇരട്ടിയാക്കി പ്രഭാന്റിയുടെ കാതിൽ എത്തിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അയ്യോ എന്റെ കുഞ്ഞെ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇവളാ മാഡത്തിനോട്. ആരായാലും കൊള്ളാം, പരാതി പറഞ്ഞിട്ട് എനിക്ക് എന്ത് പറ്റി? ഞാൻ ഇവിടുന്ന് പോകുന്നത് കാണാനല്ലേ കാത്തിരുന്നത്? അല്ല, ഞാൻ പോണെന്ന് വിചാരിച്ചല്ല. ഇനിയിപ്പൊ അതിലും വലിയ കള്ളം പോയി പറഞ്ഞാലും ദേവിക ഇവിടെ തന്നെ കാണും. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ പറയുന്ന പോലെ അനുസരിക്കേണ്ടി വരും. അതിന് പറ്റില്ല എന്നുണ്ടെങ്കിലേ പണി നിർത്തി വീട്ടിൽ പോയിരിക്കണം. മനസ്സിലായല്ലോ? ക്ലാസ്സിലേക്ക് ചായ ഒഴിച്ചു കഴിഞ്ഞോ? ആ, ശരിക്കില്ലടി. എന്തൊക്കെ വീരവാദികളായിരുന്നു. ഏത് മാവാടി നിന്റെ വീടിന്റെ മേളിൽ നിൽക്കുന്നത്? നിന്ന് തൽക്കാലം നീ നിന്റെ പണി നോക്കണി. നീ കളിയാക്കണ്ട. തൽക്കാലം അവളുടെ കാല. അത് മാറാൻ അധിക സമയമൊന്നും വേണ്ട. അന്ന് ഞാൻ അവക്ക് കൊടുക്കും, മുതലും പലിശ. ഒറ്റ കിരുവെച്ചല്ലോ. പോയി പണി നോക്കി. ഇങ്ങനെ ഒരു പേടി. അവള് കിളിക്കാൻ വന്നിരിക്കുന്നു. എന്ത് ബോധക്കേടാ നന്ദ നീ കാണിച്ചത്? എന്ത് ധൈര്യത്തിലാ രാത്രി നീ അവളുടെ റൂമിൽ കയറി ചെന്ന്? ആരെങ്കിലും കണ്ട എന്താവുമായിരുന്നു അവസ്ഥ? ദേവിക അടിച്ച് പുറത്താക്കാൻ ഒരു കാരണം നോക്കിയിരിക്കുക നിന്റെ അമ്മ. അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ണി കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടായ ഞാൻ ദേവിയെ കൈവിട്ടുകളെന്നാണെന്ന് വിചാരിച്ചത്. ഉള്ള കാര്യം തുറന്നു പറയും, അത്രേ ഉള്ളൂ. ഓ, ദേവി എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ പിന്നെന്ത് ചെയ്യാനാ? എടാ, അത് പറയാൻ ഇങ്ങനെയൊക്കെ നാറ്റിച്ചിട്ട് വേണോ? ഇതിനു മുമ്പേ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് പോക്കരുതനം.
എടാ ഞാൻ മനഃപൂർവ്വം സെറ്റ് ചെയ്ത് പോയതല്ല. ദേവിക്കുണ്ടായ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി പോയതാ. മീര എന്നെ അങ്ങനെ കണ്ടേ പിന്നെ ദേവി മിണ്ടുന്ന പോലും ഇല്ലായിരുന്നു. എടാ അതിന് രാത്രി എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ മുറി ചെന്ന് കയറിയിട്ടും എന്നെ കൊണ്ടൊന്ന് പറയരുത് കേട്ടോ. എടാ ഞാൻ പറഞ്ഞില്ലേ പിണക്കം മാറ്റാൻ വേണ്ടി പോയതാ. പിന്നെ പിണക്കം മാറി വന്നപ്പോഴേക്കും മൂഡ് മാറിപ്പോയി. അതാ സംഭവിച്ചത്. എടാ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാ മതി. അതെ, ആ കാര്യത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷെ പ്രശ്നമൊന്നും തീർന്നില്ലല്ലോ. രാവിലെ മീരെ നിന്നെയും കൂടെ കണ്ടതാ ഏറ്റവും വലിയ കുഴപ്പമായത്. അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നാ? അതില് നീ പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ഇത് ഒരു തരത്തിലും ഊരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടായത് എന്താണെന്ന് ഞാൻ മീരെ കൊണ്ട് പറയിപ്പിക്കും. എടാ അതിന് എന്താ സംഭവിച്ചെന്ന് അവൾക്കറിയില്ലല്ലോ. പിന്നെ എന്താ ഉണ്ടായെന്ന് അവൾ എങ്ങനെയാ പറയുന്നത്? എടാ ഞാൻ പറഞ്ഞ അവള് വിശ്വസിക്കില്ലേ? അവള് മുഴുവൻ കുഴപ്പവും നിന്റെ പുറത്ത് ചാരി വെച്ച് രക്ഷപ്പെടാൻ നോക്കും. പിന്നെ അവളുടെ ഭാഗത്ത് നോക്കുമ്പോ ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നത്തൂല്ല. നീയും അവളുമായിട്ടുള്ള കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ. നിന്റെ പ്രശ്നമൊന്നും അവൾക്കറിയില്ലല്ലോ. അമ്മ എന്തായാലും വലിയ സന്തോഷത്തിലായിരിക്കും. അമ്മ ആഗ്രഹിച്ചതുപോലെ ഞാൻ തിരിച്ചു വന്നല്ലോ എന്ന് ഓർത്ത്. ഇനി മീരായിട്ടുള്ള കല്യാണത്തിൽ നിന്ന് ഊരാൻ നിനക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി നീ തയ്യാറല്ലെന്ന് പറയാൻ പറ്റുമോ? ഏത് നേരത്താണോ അവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയത്? പ്രധാനിക്ക് നല്ല ഭാഗ്യമുണ്ട്. പ്രത്യേകിച്ച് ഒരു പൊട്ടിത്തെറിയില്ലാതെ കാര്യങ്ങളൊക്കെ വിചാരിച്ച വഴിക്ക് വന്നു. എടാ മുരളി, എടാ കണ്ടത് പ്രഭാന്റി മാത്രമായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കാമായിരുന്നു. ഇതിപ്പോ രജനേച്ചിയും കണ്ടില്ലേ. സംഭവത്തിന് കൊള്ളാവുന്നൊരു സാക്ഷിയാണ്. ഇനിയിപ്പോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? മീര ബോധമില്ലാതെ എന്റെ മുറി വന്ന് കിടന്നാണെന്ന് പറയാം. എടാ നീ അങ്ങനെ പറഞ്ഞ നീ അന്നേരം എവിടെയായിരുന്നു എന്നൊരു ചോദ്യം വരില്ലേ? നീ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. ഈ കാര്യത്തിൽ ഗൗരി പോലും നമുക്ക് വേണ്ടി നിൽക്കില്ല. ഇതിന്ന് വരാൻ കുറച്ച് പാടാ. നീ പാടുപെടും. ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട് വന്നോളൂ.